നമസ്കാരം, സ്കിൻ ഡോക്ടർ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സുജിത് കുമാർ, നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫോളിക്കുലൈറ്റിസ് എന്ന ത്വക്ക് പറ്റിയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ചിലർ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ തൊലിയിലെ ഓരോ രോമവും ഓരോ രോമകൂപത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ഈ രോമകൂപത്തെയാണ് നമ്മൾ ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഈ രോമകൂപത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷനെയാണ് ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഫോളിക്കുലൈറ്റിസിനുള്ള കാരണം ബാക്ടീരിയ ആകാം, ഫംഗസ് ആകാം, വൈറസ് ആകാം, പാരസൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികൾ കൊണ്ടാകാം. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ബാക്ടീരിയൽ ഫോളിക്കുലൈറ്റിസ് ആണ്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന പേരുള്ള ബാക്ടീരിയ കാരണം രോമകൂപത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. ചില സാഹചര്യങ്ങളിൽ ഫോളിക്കുലൈറ്റിസ് ഇൻഫെക്ഷൻ കാരണമല്ലാതെയും വരാം. ഇതിനെ നമ്മൾ നോൺ ഇൻഫെക്ഷ്യസ് ഫോളിക്കുലൈറ്റിസ് എന്നാണ് പറയുക. പല തരത്തിലുള്ള നോൺ ഇൻഫെക്ഷ്യസ് ഫോളിക്കുലൈറ്റിസ് രോഗങ്ങളുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇൻഫെക്ഷൻ കാരണം വരുന്ന ഫോളിക്കുലൈറ്റിസിനെ പറ്റിയാണ്. നോൺ ഇൻഫെക്ഷ്യസ് ഫോളിക്കുലൈറ്റിസിനെ പറ്റി പിന്നീട് വേറെ വീഡിയോ ചെയ്യാം. രോമകൂപത്തിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ഫോളിക്കുലൈറ്റിസിനെ നമ്മൾ സൂപ്പർഫിഷ്യൽ ഫോളിക്കുലൈറ്റിസ് എന്നാണ് പറയുക. രോമകൂപത്തിൻ്റെ വേരിനോട് ചേർന്ന് താഴെ ഭാഗത്തുണ്ടാകുന്ന ഫോളിക്കുലൈറ്റിസിനെ നമ്മൾ ഡീപ്പ് ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്നു. ഈ ഡീപ്പ് ഫോളിക്കുലൈറ്റിസ് ചിലപ്പോൾ തൊലിയുടെ അടിഭാഗത്തൂടെ പടർന്നിട്ട് നീർക്കെട്ട് കാരണം പെർമനൻ്റ് ആയിട്ടുള്ള പാടുകൾ അഥവാ സ്കാർസ് നമ്മുടെ സ്കിന്നിൽ ഫോം ചെയ്യാം. ഈ ഡീപ്പ് ഫോളിക്കുലൈറ്റിസും അതുപോലെ തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയ സ്കാർസ് ഒക്കെ ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ രോമങ്ങളുള്ള എവിടെയും ഫോളിക്കുലൈറ്റിസ് പ്രത്യക്ഷപ്പെടാം. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ മുഖത്തും തലയിലും കക്ഷത്തിലും തുടയിലും തുടയിടക്കിലുമൊക്കെയാണ്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്ടീരിയൽ ഫോളിക്കുലൈറ്റിസ് ആണ്. ഇത് ഫോളിക്കുലൈറ്റിസ് ബാർബേ, ബാർബേഴ്സ് ഇച്ച്, സ്കാൽപ് ഫോളിക്കുലൈറ്റിസ് എന്ന് പല പേരിലും അറിയപ്പെടുന്ന ഒരു കണ്ടീഷനാണ്. ഈ രോഗത്തിനുള്ള കാരണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന പേരുള്ള ഒരു ബാക്ടീരിയ ആണ്. ചുവന്ന നിറത്തിലുള്ള രോമത്തിനോട് ചേർന്ന് രോമത്തിന് ചുറ്റിലുമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന കുരുക്കളായിട്ടും പഴുപ്പ് നിറഞ്ഞ അഥവാ പസ് നിറഞ്ഞ കുരുക്കളായിട്ടും കാണപ്പെടാം. ഇതിനെ നമ്മൾ സൈക്കോസിസ് ബാർബേ അഥവാ സൈക്കോസിസ് വൾഗാരിസ് എന്നൊക്കെയാണ് പറയുക. കണ്ണിൻ്റെ പോളകൾ അതായത് കൺപീലികളോട് ചേർന്ന് ചിലപ്പോൾ ഈ അസുഖം വരാം. അവിടെ വരുന്ന ഫോളിക്കുലൈറ്റിസ് നമ്മൾ സ്റ്റൈ എന്ന് പറയുന്നു. വളരെ വലുതായിട്ടുള്ള കുരുക്കൾ ചിലപ്പോൾ ഒരു പസ് നിറഞ്ഞ ആപ്സിസ് ആയിട്ട് മാറാം. മറ്റൊരു തരത്തിലുള്ള ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് ഫോളിക്കുലൈറ്റിസ് ആണ്. ഒരുപാട് നാൾ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുന്ന ആളുകളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുക. നമ്മുടെ തൊലിയിലുള്ള നല്ല ബാക്ടീരിയ അതായത് നോർമൽ ഫ്ലോറ എന്ന് പറയുന്ന ബാക്ടീരിയ നശിക്കുന്നത് കാരണമുണ്ടാകുന്ന അസന്തുലിതാവസ്ഥ കാരണം എൻറ്ററോബാക്ടർ, പ്രോട്ടിയസ്, ക്ലെബ്സിയല്ല, എസ്ചെറീഷ്യ, മോർഗനല്ല എന്നിങ്ങനെയുള്ള ഗ്രാം നെഗറ്റീവ് വിഭാഗത്തിൽപ്പെടുന്ന പലതരത്തിലുള്ള ബാക്ടീരിയ അമിതമായി വളരുന്നത് കാരണം ഫോളിക്കുലൈറ്റിസ് ഉണ്ടാവുകയും ആ ഫോളിക്കുലൈറ്റിസിനെയാണ് നമ്മൾ ഗ്രാം നെഗറ്റീവ് ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് ചെറിയ ചെറിയ പഴുപ്പ് നിറഞ്ഞ കുരുക്കളായിട്ടാണ് യൂഷ്വലി പ്രത്യക്ഷപ്പെടുക. മൂക്കിന് ചുറ്റും താടിയുടെ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇത് കൂടുതലും കാണപ്പെടുക. പിന്നെ സൂഡോമോണസ് വിഭാഗത്തിൽപ്പെട്ട ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന മറ്റൊരു തരം ഫോളിക്കുലൈറ്റിസിനെയാണ് ഹോട്ട് ടബ് ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഹോട്ട് ടബ് ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്നത് ബാക്ടീരിയ കൊണ്ട് കണ്ടാമിനേറ്റ് ആയിട്ടുള്ള അതായത് മലിനമായ വെള്ളത്തിൽ കുറേ സമയം നമ്മൾ ഇരിക്കുകയോ ഇല്ലെങ്കിൽ കുളിക്കുകയോ എസ്പെഷ്യലി സ്പാ ബാത്തൊക്കെ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉപയോഗിക്കുമ്പോൾ വരുന്ന ഒരു രോഗമാണ് ഈ ഹോട്ട് ടബ് ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് നനഞ്ഞ വസ്ത്രം ഒരുപാട് നേരം ധരിച്ച് നിന്നാലും ഈ ഹോട്ട് ടബ് ഫോളിക്കുലൈറ്റിസ് പോലത്തുള്ള ഫോളിക്കുലൈറ്റിസ് വരാം. ഈ രോഗത്തോടൊപ്പം ചിലപ്പോൾ പനി, തലവേദന, വയറ്റിലുള്ള അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടാം. ഇത് ഒരു 2 ആഴ്ച വരെയൊക്കെ ഇതിൻ്റെ സിംറ്റംസ് നീണ്ടു നിന്നേക്കാം. പിന്നെ മറ്റൊരു തരം ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്നത് ഫംഗസ് കൊണ്ടുണ്ടാകുന്ന ഫോളിക്കുലൈറ്റിസ് ആണ്. ഇതിന് നമ്മൾ പിറ്റിരോസ്പോറം ഫോളിക്കുലൈറ്റിസ് എന്നാണ് പറയുക. കൂടുതലും ഇത് യുവാക്കളിലാണ് ഇത് കാണപ്പെടാറുള്ളത്. നല്ല ചൊറിച്ചിലോട് കൂടിയ പഴുപ്പ് നിറഞ്ഞതോ അല്ലാതെയോ ഉള്ള കുരുക്കൾ നെഞ്ചിലും പുറത്തും തോളുകളിലുമൊക്കെയാണ് ഇത് കാണപ്പെടുക. മുഖത്ത് ചിലപ്പോൾ ആക്നി അഥവാ മുഖക്കുരു പോലെ തോന്നിപ്പിക്കുന്ന കുരുക്കളായിട്ടും ഈ പിറ്റിരോസ്പോറം ഫോളിക്കുലൈറ്റിസ് പ്രത്യക്ഷപ്പെടാം. മാലസീസിയ ഫെർഫർ എന്ന ഈസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഫംഗസ് കാരണമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. പിന്നെ ഡീമോഡെക്സ് ഫോളിക്കുലോറം എന്ന് പറയുന്ന ത്വക്കിലുണ്ടാകുന്ന ഒരു ജീവി, അതൊരു പാരസൈറ്റ് പോലത്തെ ഒരു ജീവി കാരണം ചിലപ്പോൾ ഫോളിക്കുലൈറ്റിസ് ഉണ്ടാകാം. പിന്നെ ഞാൻ പറഞ്ഞു വൈറസ് കൊണ്ട് ഫോളിക്കുലൈറ്റിസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഹെർപ്പിസ് വൈറസ് കാരണം ചിലപ്പോൾ ഫോളിക്കുലൈറ്റിസ് വരാം. ഹെർപ്പിസ് സിംപ്ലെക്സ് എന്ന രോഗമുള്ള ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുക. ഹെർപ്പിസ് സിംപ്ലെക്സ് എന്ന രോഗത്തെപ്പറ്റി ഞാൻ വളരെ വിശദമായിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാം. ഫോളിക്കുലൈറ്റിസ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് പലതായിരിക്കാം.
തൊലിയിലുണ്ടാകുന്ന ചൊറിച്ചൽ, അമിതമായ വിയർപ്പ്, സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുള്ള ക്രീമുകളുടെ അമിതമായ ഉപയോഗം, ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന ആൻറ്റിബയോട്ടിക് ചികിത്സ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ട് ടബ് ഇല്ലെങ്കിൽ സ്പാ, സ്വിമ്മിംഗ് പൂളൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ HIV, ഡയബറ്റീസ് എന്നുള്ള രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ആളുകൾ, ഇതൊക്കെയാണ് ഫോളിക്കുലൈറ്റിസ് വരാനുള്ള കാരണമെന്ന് പറയുന്നത്. അപ്പോൾ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. അപ്പോൾ മറ്റുള്ളവർ ഉപയോഗിച്ച ടവല്, ഷേവിംഗ് റേസറുകൾ, ഷേവിംഗ് ബ്രഷ്, സോപ്പ് എന്നിവയൊക്കെ ഉപയോഗിക്കാതിരിക്കുകയും പിന്നെ രോഗമുള്ളവരുമായിട്ട് സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റ് ഒഴിവാക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഷേവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന റേസർ, ബ്രഷൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പുറത്തൊക്കെ പോയി വന്നാൽ കൈയും മുഖവും ഒക്കെ നന്നായിട്ട് സോപ്പ് കൊണ്ട് കഴുകി വൃത്തിയാക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. ഫോളിക്കുലൈറ്റിസിനുള്ള ചികിത്സ എന്ന് പറയുന്നത് ഇതിനുള്ള കാരണം, അതായത് ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ വൈറസ് ആണോ എന്നതിന് അപേക്ഷിച്ചിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ അത് നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ട് ബാക്ടീരിയ ആണെങ്കിൽ നമ്മൾ ആൻറ്റി ബാക്ടീരിയൽ മെഡിക്കേഷൻസ് ആണ് കൊടുക്കുക, വൈറസ് ആണെങ്കിൽ ആൻറ്റി വൈറൽസ്, ഫംഗസ് ആണെങ്കിൽ ആൻറ്റി ഫംഗൽ മെഡിക്കേഷൻസ്. ഇത് അകത്ത് കഴിക്കാനോ ഇല്ലെങ്കിൽ പുരട്ടാനോ അത് രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ചാണ് ഡോക്ടർ തീരുമാനിക്കുക. അകത്ത് കഴിക്കണോ അതോ പുറമേ പരട്ടുന്ന മരുന്നുകൾ മാത്രമോ മതിയോ എന്നുള്ളതൊക്കെ. പിന്നെ ഫോളിക്കുലൈറ്റിസ് പിടിപെട്ടാൽ അത് കൂടുതൽ സ്പ്രെഡ് ആവാതിരിക്കാൻ ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. ഷേവിങ് നമ്മൾ കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കണം. പിന്നെ ടവല്, സോപ്പൊക്കെ വളരെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പിന്നെ ഷേവിങ്ങിന് നമുക്ക് ഡിസ്പോസിബിൾ റേസേഴ്സൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പേഴ്സണൽ ഹൈജീൻ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, എന്നും കുളിക്കുക, കൈകൾ നന്നായി കഴുകുക, നഖങ്ങൾ സമയാസമയം വെട്ടി വൃത്തിയായി വയ്ക്കുക. പിന്നെ രോഗം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ ക്ലോസ് കോൺടാക്റ്റ് ഒഴിവാക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്സ്, തുണികൾ അതൊക്കെ മറ്റ് കുടുംബാംഗങ്ങളുമായിട്ട് പങ്കുവെക്കാതിരിക്കുക. പിന്നെ ഫോളിക്കുലൈറ്റിസിൻ്റെ ലക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വയം ചികിത്സിക്കാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് കറക്റ്റായിട്ടുള്ള ചികിത്സ നേടുക. പിന്നെ പ്രതിരോധ ശക്തി കുറവായിട്ടുള്ള ആളുകൾക്ക്, അതായത് ഡയബറ്റീസ് രോഗികൾ, പിന്നെ HIV പോലുള്ള അസുഖങ്ങളൊക്കെ ബാധിച്ച ആളുകൾ, അവർക്ക് ഫോളിക്കുലൈറ്റിസ് വളരെ സിവിയറായിട്ട് കാണപ്പെടാം. അതുകൊണ്ട് തന്നെ വളരെ സിവിയറായിട്ടുള്ള ഫോളിക്കുലൈറ്റിസ് ഉണ്ടെങ്കിൽ പ്രതിരോധ ശക്തി കുറക്കുന്ന എന്തെങ്കിലും രോഗമുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് കംപ്ലീറ്റ് എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ടേക്ക് കെയർ. ബൈ.